ഹായ് ചെല്ലോംസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിലാക്കി ജവാനി. ഇന്ന് ഞാനൊരു ഓണം മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞൊന്നും വെറുപ്പിക്കുന്നില്ല. ദിസ് ഈസ് മൈ ന്യൂ മൈലാഞ്ചി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇട്ട ഒരു മെഹന്തിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഐസ് വാട്ടർ ഡിപ്പിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഇത് പോഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഐസ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടിടുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് നിൽക്കും. ജസ്റ്റ് 2-3 ഡിപ്സ് മതി. ഒക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് തുടയ്ക്കണം. ഒരു ഫ്രഷ് തണുത്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് പോർലെസ് നോർമൽ ടു ഓയിലി ഫിറ്റ് മീ പ്രൈമർ വിത്ത് ക്ലേ ആണ്. മെയ്ബിളിൻ്റെ പ്രൈമറാണ് ഞാൻ എടുക്കുന്നത്. സോ എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് ഇടാവുള്ളൂ. ഞാൻ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ല, നിങ്ങൾ യൂസ് ചെയ്യണം. എപ്പോഴും നമ്മൾ പ്രൈമർ ഇട്ടിട്ട് ബാക്കിയൊക്കെ ഇടാൻ പാടുള്ളൂ. പ്രൈമർ ഈസ് ലൈക്ക് സംതിങ് നമ്മൾ പൊട്ടി അടിക്കുമ്പോൾ സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു സാധനമാണ് പ്രൈമർ. ഞാൻ വേറെ മിററൊന്നുമല്ല, ഞാൻ ഫോൺ ക്യാമറയിൽ തന്നെ നോക്കി ചെയ്യാമെന്ന് വെച്ചു. ഇവിടേക്കാണ് മെയിൻ വേണ്ടത്. ഓക്കെ, പ്രൈമർ ഇട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കേക്കേണ്ടിരിക്കും. അപ്പോൾ ഇത് ഡ്രൈ ആവണം. നൗ ഐ ആം ടേക്കിംഗ് ദിസ് കൺസീലർ. മെയ്ബിളിൻ്റെ തന്നെ, എല്ലാവർക്കും അറിയാം ഈ സംഭവം. സോ ഈ ഡാർക്ക് സർക്കിൾസൊക്കെ നമുക്ക് നല്ലോണം മറയ്ക്കണം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൈവിൽ. ലൈക്ക് അത് ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മറയ്ക്കുന്നുണ്ട്. സി ഒരിക്കലും നമ്മൾ കൺസീലറും ഫൗണ്ടേഷൻ ഒന്നും ഓൺലൈൻ വാങ്ങാതിരിക്കാൻ മാക്സിമം നോക്കണം. ഡയറക്റ്റ് കടയിൽ പോയി ഷെയ്ഡ് നോക്കി വാങ്ങണം, അല്ലെങ്കിൽ പണി കിട്ടും. കൈവച്ച് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. മെയിൻ കൺസേൺ കണ്ണിൻ്റെ താഴെ എപ്പോഴും ശ്രദ്ധിക്കണം. അവിടെയാണ് മെയിനായിട്ട് കേക്ക് ആവുന്നത്. അപ്പോൾ അവിടെ മാക്സിമം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് മെയ്ബിളിൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ 312 ആണ് എൻ്റെ ഷെയ്ഡ്. ഒന്ന് കുറച്ച് പമ്പ് മതിയായിരിക്കും, കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ ഫുൾ ഫേസിൽ കുറച്ചെടുത്തിട്ട് ഫൗണ്ടേഷന് ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഐ എം യൂസിങ് ദിസ് ബ്ലെൻഡർ. സോ ബ്ലെൻഡർ യൂസ് ചെയ്താൽ അതിൽ കുറേയും ആകും. അതാണ് ഐ ഹേർഡ് സംവെയർ കൈവച്ച് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് എല്ലായിടത്തും ഈവൻലി കിട്ടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഫൗണ്ടേഷൻ ഒരു വിധം ഇട്ടിട്ടുണ്ട്. ഇനി കോമ്പാക്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്.
ഞാൻ മിററിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ പിടിച്ചിട്ടില്ല കേട്ടോ. ലെറ്റ്സ് സീ, കൂടിപ്പോയതുപോലെ. സോ നെക്സ്റ്റ് ഐ മേക്കപ്പ്. ഐ മേക്കപ്പിന് ഞാൻ ഫസ്റ്റ് ഈ ഒരു മാൾസിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഐ തിങ്ക് ദിസ് കളർ, ഈ കളറാണ് ഞാൻ ഇപ്പം എടുക്കുന്നത്. പിന്നെ ഞാൻ ലിപ്പ് പ്രിപ്പ് ചെയ്യാൻ മറന്നുപോയി. I'm taking one this lip, like a lip, this strawberry. ജസ്റ്റ് എപ്പോഴും നമ്മൾ ലിപ്പ് ഹൈഡ്രേറ്റ് ചെയ്യണം. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഈ കണ്ണാടി വെച്ചിടാം, അല്ലെങ്കിൽ പണി പാളും. നെക്സ്റ്റ് ഒരു കാജലാണ്. ഇത് സ്വിസ് ബ്യൂട്ടി കാജൽ. ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ഇടാം. കാജൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ ലുക്ക് മാറും. കാജൽ റെഡി. കണ്ണ് ഞാൻ വലുതായിട്ട് ഐലൈനർ ഞാൻ ഇടുന്നില്ല വലുതായിട്ട്, കാരണം കണ്ണൊന്നും എനിക്ക് നല്ല വലുതായിട്ടിരിക്കണം. ഐലൈനർ കൊഞ്ഞതാവും. ജസ്റ്റ് നോക്കാം. ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. എന്താ അഖിലത്തിനോ ജസ്റ്റ് ഈ ഐൻ്റെ അടിയിലായിട്ട് മാത്രം വരയ്ക്കുന്നു. വലുതായിട്ട് വരച്ചാൽ കണ്ണ് ചെറുതാവും. ഇത് 4 hour സംതിങ്ങിൻ്റെ ഈ ഒരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. See the finish. See difference, see the difference. കിടലായിട്ട് ഇട്ടിട്ട് വരാം. See, ഈ കണ്ണും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എത്ര ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. സി കുറച്ചൊക്കെ മേല് പറ്റിയിട്ടുണ്ട്. Oh shit. അല്ലാതെ സെറ്റാണ്. ഈ ലെഫ്റ്റ് ഓവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് കൊടുക്കണം. കണ്ണിങ്ങനെ ഇതാക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സി
ഫോണിൽ ചാർജ് കഴിഞ്ഞായിരുന്നു. ഇനി ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി പൊട്ടും ഇതും. ലിപ് ലൈനർ. So, I'm making this. So look complete ആയി. ഇനി പൊട്ട് വെച്ച് ഈ ഒരു മാലയാണ്. സോ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെയർ ഞാൻ താമരപ്പൂവാണ് എടുത്തേക്കുന്നത്. ഇത് വെക്കുമ്പോൾ ഇതൊരു പിടിയും കിട്ടണില്ല. പക്ഷെ ഇത് വെച്ചപ്പിടിലായിട്ട്.